നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് സുധീഷിന്റെ കാറിൽ രാജീവ് കയറി കഴിഞ്ഞപ്പോ സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് സുഖമാണോ അങ്കിളെ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം രാജീവിന് ദേഷ്യം വന്നു. രാജീവ് മിണ്ടാതിരിക്കണം. എന്താ മിണ്ടാത്തെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, നീ എന്നോട് മിണ്ടാൻ വേണ്ട, ഇതേ അറിയാലോ എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഒന്നുമല്ലേലും ഞാൻ നിങ്ങളുടെ മരുമോനല്ലേന്ന് ചോദിച്ചു. മരുമോനോ? ആരുടെ മരുമോന്? എന്റെയോ? നീ ഒരിക്കലും എൻ്റെ മരുമോനല്ലടാന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയായോ? നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഞാനാ. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തേ. പിന്നെ മാലയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളവിടെ. നിങ്ങൾക്കറിയില്ലേന്ന് ചോദിച്ചു. എടാ അതും കൊണ്ടൊന്നും എൻ്റെ മരുമോനാവാൻ പോകുന്നില്ലടാ. നീ ആരാന്നാ നിന്റെ വിചാരം? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഇല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ഉറപ്പായി, നിങ്ങളെക്കാളും കൂടുതലായിട്ട് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ കൊടുത്ത സ്നേഹം, പിന്നെ എന്നോടുള്ള ഇഷ്ടം, എൻ്റെ ഗ്ലാമറും ഒക്കെ കണ്ട അവൾ എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നേ. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ നിങ്ങളെ ഇട്ടിട്ട് അവൾ എന്നോടൊപ്പം പോരണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടോ? അത് കേട്ടപ്പോൾ രാജുവും പറഞ്ഞു, ഇല്ലടാ എൻ്റെ മോൾ അങ്ങ് അത്രക്കാരിയല്ലെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അവൾക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? ഒരിക്കലും അബദ്ധം പറ്റിയതൊന്നുമല്ല. നിങ്ങൾ ആ സൂര്യ എന്ന് പറയുന്ന ഒരു മരംകോടനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. നല്ല ഒന്നാം തന്നെ ഒരു പെങ്കൊച്ച. അപ്പൊ പിന്നെ അവൾക്ക് സഹിക്കോ? അവനോ ഇതുപോലൊരു വൃത്തികെട്ടവനെ, ഭൂലോക കള്ളനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ നീ എന്നൊക്കെ പറഞ്ഞോണ്ട് രാജീവ് ദേഷ്യപ്പെടുവാണ്. പിന്നല്ലാതെ അവൻ ആരാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്? അവന്റെ വിചാരം അവരെന്തോ വലിയ സംഭവമാണെന്നോ, ഓസ്ട്രേലിയ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ ചെന്നു. നിധി വിട്ടുകൊടുക്കുവോ? നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞില്ലേ കല്യാണം വേണ്ടെന്ന്. ഒടുവിൽ എന്തായി? ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യ സ്നേഹമുള്ളവളാ. ഇത് കേട്ടപ്പം രാജീവൻ പറഞ്ഞു, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതൊക്കെ തന്നെ ഇരുന്നോളാം, പക്ഷേ എൻ്റെ അമ്മായച്ചനോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാനങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ എന്നെ കുറെ തല്ലിയായിരുന്നു. അന്ന് ഞാൻ അതൊക്കെ കൊണ്ടുകൊണ്ട് നിന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ ഭാര്യയുടെ അച്ഛനാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും രാജു ചോദിച്ചു, നീ എന്ത് ചെയ്യൂടാ? എടാ നിനക്ക് എന്നെ അറിയത്തില്ല, എൻ്റെ മോളെ അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇത്ര അഹങ്കാരം പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ മോളെ ഞാൻ നിന്നിൽ നിന്ന് പിരിച്ചെടുത്തോണ്ട് പോകൂടാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പിന്നെ നിങ്ങൾ എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി, അതിന് നിങ്ങൾ രണ്ടാമതൊന്നും ജനിക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ കാണിച്ചാലടാ, 7 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുമെന്ന് പറഞ്ഞു. അവൾ വന്നിട്ട് വേണ്ടേ? നിങ്ങളെ വിളിച്ച ഉടനെ വരാണ്ടിരിക്കുവാണോ? നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളോട് കാണിച്ച ക്രൂരതയൊക്കെ ഞാൻ നന്നായിട്ട് അറിഞ്ഞ. അവളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വലിച്ചു കീറി പള്ളേ കറിഞ്ഞില്ലേ? ഇത്രയും കാലം അവള് പഠിച്ചെല്ലാം വെറുതെ ആയില്ലേ? എന്നിട്ടോ അതുകൊണ്ടൊന്നും അവൾ തോറ്റുപോകും നിങ്ങൾ കരുതിയ? ഇല്ല, അതൊക്കെ ഞാൻ പുതിയത് വാങ്ങിച്ചു കൊടുത്തു, അവൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചു കൊടുത്തു. അതുമായിട്ടാ ഇപ്പോൾ അവൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ തോറ്റു പോന്നോ? ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ മോൾ ഒരിക്കലും തോൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാടാ. എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചാട്ടെ നിങ്ങളെ മോളെ കൂട്ടിക്കൊണ്ട് പോന്നേ. ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും വിളിക്കുമ്പോൾ ഉടനെ അവൾ വരുമെന്ന്. ഇത്രയും കാലം വളർത്തി വലുതാക്കി ആ സെൻറ്റിമെൻറ്റ്സും വെച്ചോണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ തോന്നല. നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്താവുന്ന അവൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. രാജുവിന് ദേഷ്യം വന്നു. അവിടെ കുറേ ദൂരം ചെന്നിപ്പോൾ നിർത്താൻ പറഞ്ഞു. കാർ നിർത്തി കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, സുധീഷ് ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ സ്റ്റോപ്പ് എത്തിയില്ലോ എന്ന് പറയണം. നീ കൂടുതൽ എന്നെ കൊണ്ട് പോകണ്ട, ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് ഇറങ്ങി. സുധീഷിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ് രാജീവ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിധി എൻ്റെ മോളാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോടാ. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ, എന്താ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നീ ചെയ്തോ, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് രാജീവ് അങ്ങോട്ടേക്ക് പോകുന്നത്. സുധീഷിന് ശരിക്കും ചിരി വന്നു. ഇയാൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട് നിധിയോട് പറഞ്ഞു, അതെ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. സർപ്രൈസോ? എന്ത് സർപ്രൈസാ? അതെന്താന്ന് വെച്ചാൽ നിനക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാനിന്ന് കണ്ടായിരുന്നു പറഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടതോ? അതാരാ? നീ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിധി വീട്ടുകാരെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലോ. നിന്റെ അച്ഛനെ കണ്ടായിരുന്നു പറഞ്ഞു. എൻ്റെ അച്ഛനെയോ? എവിടെ വെച്ച്? ചിലപ്പോൾ സുധീഷിന് തോന്നുന്നതായിരിക്കും. എൻ്റെ അച്ഛനൊന്നും ആയിരിക്കില്ല. എൻ്റെ അച്ഛൻ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വരുന്നതെന്ന് ചോദിച്ചു. നിന്റെ അച്ഛൻ തന്നെയാ. എൻ്റെ കാറിൽ ഇത്ര സമയം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത്ര സമയം സംസാരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. സംസാരിച്ചെന്നോ? നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ,
നിന്റെ അച്ഛൻ ഒരാളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാ. അപ്പോൾ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയണ എല്ലാം കേട്ടിപ്പോൾ നിധി ചോദിച്ചു, എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞെന്നോ? അച്ഛനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുധീഷിന് ഇഷ്ടപ്പെട്ടോ നിന്റെ അച്ഛൻ്റെ സ്വഭാവമല്ലേ? എന്നെ പ്രകോപിപ്പിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കാൻ ഞാനും ഉദ്ദേശിച്ചില്ല. പിന്നെ നിന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാനങ്ങ് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയതാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതെന്താണെന്ന് നന്നായി സുധീഷ്, ഒരു പ്രശ്നത്തിനൊന്നും നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല നിന്റെ അച്ഛനോട് ഞാൻ കൂടുതലൊന്നും പറയാത്തേ, പക്ഷേ പിന്നെ നീ എൻ്റെ ഭാര്യയാണല്ലോ എന്ന് ഓർത്തിട്ട്. ഭാര്യയോ അല്ല, അങ്ങനെയല്ലേ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്ന് നിധി പറഞ്ഞു. പിന്നീട് സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്റെ അച്ഛൻ എന്തോ ആവശ്യത്തിന് വന്നിട്ട് പോവുകയും ചെയ്തു. നിധി പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റിയില്ലോ. കാണാൻ പറ്റാത്തതിന് കുഴപ്പമല്ലേ, ചെന്ന് കയറി കൊടുത്താലും മതി. നിന്റെ അച്ഛനിപ്പോൾ നിന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു തവണ ആ വീട്ടിൽ പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. എനിക്കറിയാം സുധീഷേ. അതുകൊണ്ട് ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നല്ലത്. നിന്റെ അച്ഛനെ നിന്നെ വിളിച്ചുകൊണ്ട് പോയാലും ഒരിക്കലും നിനക്ക് ശാശ്വതമായിട്ടൊരു ജീവിതം അവിടെ കിട്ടത്തില്ല. നീ അത് പഠിച്ച കാര്യമല്ലേ? നിധി പറഞ്ഞു, അത് ശരിയാ, എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. നിധിക്കാണെന്നാലും ഒരു സങ്കടം ഉണ്ടായിരുന്നു, തൻ്റെ അച്ഛനെ കാണാൻ പറ്റിയില്ലോ എന്നൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സുധീഷ് കോള് കട്ട് ചെയ്തിട്ട് നേരെ പോകുന്നേ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹരീഷ് ചോദിച്ചു, എന്താടാ പതിവില്ലാതെ ഈ വഴിയൊക്കെ? പൈസ വല്ലതും വേണമെന്ന് ചോദിച്ചു. പിന്നെ വരുമ്പം പൈസ തരാനായിട്ട് നീ ഇവിടെ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയല്ലേ, അട്ടി അടിക്കേക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ല, അങ്ങനെ നീ വരാറില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ വരാറുള്ളൂ. ഞാൻ ഇതിലൂടെ പോയപ്പോൾ വെറുതെ വന്നാടാ. പിന്നെ എൻ്റെ അമ്മായിച്ചൻ ഇന്ന് കണ്ടായിരുന്നു പറഞ്ഞു. അമ്മായിച്ചനോ? അതാരാ? എടാ എനിക്ക് എത്ര അമ്മായിച്ചനുണ്ട്. എടാ എൻ്റെ ഭാര്യയുടെ അച്ഛൻ. ഓ, നിൻ്റെ ഭാര്യയുടെ അച്ഛൻ, നിധി എടുത്തിട്ട് അച്ഛൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ല, എന്ത് പറയാനായിട്ടാ? കണ്ടു സംസാരിച്ചു. കണ്ടു സംസാരിച്ചെന്നോ? അപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയോ? എടാ, പ്രശ്നങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. അയാൾ കുറേ വെല്ലുവിളികളൊക്കെ നടത്തി നിധിയെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടിക്കൊണ്ട് പോകുന്നു? അതേനെ, നിധി അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും, എന്നിൽ നിന്ന് പിരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന. ഞാൻ പറഞ്ഞു, അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ ധൈര്യം ഉണ്ടേ ചെയ്യാൻ പറഞ്ഞു. എടാ സുധീഷേ, മിക്കവാറും അയാൾ അങ്ങനെ ചെയ്യുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അയാൾ അങ്ങനെ ചെയ്യാനോ? നീ ഒന്ന് പോടാ, അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിധി പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിധി അടുത്ത് പോകാൻ വഴിയില്ല, പക്ഷെ പറയാൻ പറ്റില്ല. അച്ഛനൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പോവാതിരിക്കുമോ? ഒന്നുമല്ലേലും സ്വന്തം മക്കളല്ലേ, അവർക്ക് ഇച്ചിരി ദയായും കാര്യങ്ങളും കാണും. പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അതെ അച്ഛന്മാരോടായിരിക്കും കൂടുതൽ സ്നേഹം. അതൊക്കെ ശരിയാടാ, പക്ഷേ അവൾ അങ്ങനെ പോകാനൊന്നും പോകുന്നില്ല. അയാളുടെ തള്ളു കേട്ട് എനിക്കും പിന്നെ വായി വന്നൊക്കെ ഞാനും പറഞ്ഞു, എടാ നീ ഉടക്കുണ്ടാക്കിയോ? പിന്നെ എന്നോട് ചൊറിഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് മാന്തി വിടത്തില്ലേ? അങ്ങനെ മാന്തി എന്ന് പറഞ്ഞു. അപ്പോഴയാൾ വെല്ലുവിളികളൊക്കെ നടത്തിയത്. പോട്ടടാ, നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? പ്രശ്നമൊന്നും ഉണ്ടാക്കിയതല്ലടാ, അയാളുടെ വീമ്പുറത്താനും കിടപ്പ് സഹിച്ചില്ല. നീതിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന അയാളുടെ വീട്ടിലേക്ക്. പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു. പിന്നീട് സുധീഷ് ഇതെല്ലാം പറയുമ്പോൾ ഹരീഷ് ഭയങ്കര തിരക്കിട്ട് പണിയില്ല. അല്ലടാ, നീ എന്താടാ ഭയങ്കര പണിയാണല്ലോ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഞാൻ ഈ വണ്ടി ഒന്ന് ശരി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ചന്തു ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചന്തു ജ്യൂസ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ ചന്തു ഇത് കേട്ടോണ്ടാ വന്നേ വണ്ടിയുടെ കാര്യം. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, സുധീഷ് ചേട്ടാ, ഇത് ആരുടെ സ്കൂട്ടിയെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല, ഇത് അവളുടെ നീതുവിൻ്റെ. അതേന്നെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആകുന്നില്ലെന്നൊക്കെ പറഞ്ഞു വന്നു. 2 ദിവസമായി വണ്ടിയിട്ട് കളിക്കുന്നേ. അത് കൊള്ളാലോ, അപ്പം വീണ്ടും നീ തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഹരീഷ് ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. കാമുകിയുടെ വണ്ടിയിൽ 2 ദിവസമായിട്ട് ഇത് പണിതുകൊണ്ടിരിക്കുമല്ലേ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ പിടികിട്ടിയത്. എടാ, ഈ ആണ്ടിലെങ്കിൽ നീ ഇത് നന്നാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് നീ നിന്റെ കാര്യം നോക്ക്, നിധി അടുത്തേ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകാതെ നോക്കാൻ പറഞ്ഞു. പിന്നെ അവളെ ആരും കൂട്ടിക്കൊണ്ടൊന്നും പോകാൻ പോകുന്നില്ല, ആ കാര്യമൊന്നും ഓർത്ത് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല രാജീവ് എന്ത് ചെയ്തു? അരുണിനെ വിളിച്ചിട്ട് നിധി താമസിക്കുന്ന വീട് എവിടെയാണെന്ന് ചോദിച്ചു. അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം അരുൺ മുമ്പ് അവിടെ വന്നിട്ടുണ്ടല്ലോ, കുറച്ച് ദൂരം വന്നിട്ടും വീട് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, അതെ അവിടെ ആരുടെയും ചോദിച്ചാൽ മതി, അതുപോലെ ഒരു ദരിദ്രവാസി കുടുംബമാണെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനുമാണ് സുധീഷ് വരുന്നത്. അല്ല സുധീഷില്ല, സുഭാഷ് വരുന്നത്. സുഭാഷ് സൈക്കിളും ചവിട്ടി അങ്ങോട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് കാർ നിർത്തി ഡ്രൈവർ വഴി ചോദിക്കുകയാണ്. വഴി ആ വീട് എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അയ്യോ ആ വീടാണോ? ബാ, ഞാൻ അവിടുത്തെ ആളാ
എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. രാജീവിന് സന്തോഷമായി. കാരണം താൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും സുധീഷ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരിക്കുമെന്ന് രാജുവിനെ അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.